ഹായ് അസ്സലാമു അലൈക്കും. നഫുൽ കൊണ്ടോട്ടിയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിൽ വരുന്ന രോഗികൾക്കും വേണ്ടിയിട്ടാട്ടോ. നിർബന്ധമായിട്ടും നമ്മുടെ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രി വരുന്നവർ ഇതൊന്ന് കാണണേ. ഇതാണ് നമ്മൾ ആശുപത്രിൻ്റെ അവസ്ഥ ഉണ്ടെങ്കിൽ ഗേറ്റ് അടച്ചിട്ടുണ്ട്. പാർക്കിംഗ് സ്റ്റാഫുകൾക്ക് മാത്രം. എന്താ ഇപ്പോൾ ഇത് കഥ? ഇത് കണ്ടിട്ട് നിങ്ങൾ നെട്ടുണ്ടോ? എന്നാൽ നെട്ടണ്ട. ഇതിന് തക്കതായ കാരണമുണ്ട്. ഇവിടെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഈ ഗേറ്റ് അടഞ്ഞിട്ട് തന്നെ ഉണ്ടാവുക. കാരണം എന്താണെന്നറിയോ? ഇവിടേക്ക് രോഗികളായിട്ട് വരുന്ന വാഹനങ്ങൾ ഈ ആംബുലൻസിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്ത് പോവുക. ഈ ആംബുലൻസിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യത്തിന് ഒരു രോഗിനെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മറ്റ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രയാസമാണ്. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു പാർക്കിംഗ് സൗകര്യം ഉണ്ട്. ഇവിടെ നമ്മൾ ഡോക്ടർമാരെ വണ്ടിയാണ് പാർക്ക് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ, ഡോക്ടർമാർക്കും ആംബുലൻസിനും മാത്രം പാർക്ക് ചെയ്താൽ മതിയോ എന്ന്? അല്ല, നമ്മളെ സാധാരണക്കാർക്ക് പാർക്ക് ചെയ്യാൻ അതിവിശാലമായൊരു പാർക്കിംഗ് നമ്മളെ ഹോസ്പിറ്റലിൻ്റെ കീഴിൽ തന്നെ ഉണ്ട്. ആ പാർക്കിംഗ് സ്ഥലം ഇനി ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇതല്ല നമ്മളെ ഹോസ്പിറ്റലിൻ്റെ ഗേറ്റ്. ഈ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോരാ. ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. 5 മിനിറ്റും ഇല്ല ശരിക്കും. ഇതാ, അതായത് ഈ ഹോസ്പിറ്റലിന് മതിലുണ്ടല്ലോ, ഈ ഹോസ്പിറ്റലിൽ കയറുന്ന ഇവിടെ ഉണ്ടാവും ഒരു മതിൽ പൊളിച്ചിട്ടൊരു സ്ഥലം. ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ വിചാരിച്ചത് ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥലമാണ്. ഇത് പ്രൈവറ്റ് സ്ഥലമല്ല. ഇതാണ് ഇവിടെ വരുന്ന രോഗികൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഹോസ്പിറ്റലിലേക്ക് കയറിപ്പോകാം. ഈ കാണുന്ന തന്നെയാണ് ഹോസ്പിറ്റൽ. പിന്നെ വേറെ ഒന്നും കൂടെ ഉണ്ട്. ഈ പാർക്കിംഗ് കൂടെ നേരെ വണ്ടി പാർക്ക് ചെയ്താൽ നേരെ കാഷ്വാലിറ്റിൻ്റെ ഉള്ളിലേക്ക് എത്താനുള്ളൊരു വഴിയുണ്ട്. ആ വഴിയും കൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രി വരുന്ന രോഗികൾക്കും മറ്റുള്ളവർക്കൊക്കെ ഒരു ഉപകാരമാവട്ടെ. ഇതുണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡാണ്. ഒരുപാട് സ്ഥലം ഇവിടെ ഉണ്ട്. പക്ഷെ ഇതാരും ഉപയോഗിക്കണില്ല എന്ന് മാത്രം. എല്ലാവരും വണ്ടി കൊണ്ടുപോയിട്ട് ആ ഗേറ്റ് കടന്ന ആംബുലൻസിൻ്റെ മുന്നിലും ഡോക്ടർമാരെ വണ്ടീൻ്റെ മുന്നിലും പാർക്ക് ചെയ്താൽ വളരെ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഗേറ്റ് അവിടെ അടച്ചിട്ടത്. കണ്ടില്ലേ, ഇത്രയും സൗകര്യമുള്ള സ്ഥലം ഇവിടെ ഉണ്ടായിട്ടും ആരും ഇതിനുള്ളിലേക്ക് വണ്ടിയായിട്ട് വരുന്നില്ല. ഇവിടെ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്താൽ ഇതാ നേരെ കാണാൻ നീല കളർ ഇത് കാണുന്നില്ലേ, അവിടെയാണ് OP ഷീറ്റ് കൊടുക്കുന്ന സ്ഥലം. ഇതാണ് നമ്മൾ മെയിൻ ബിൽഡിങ്. അപ്പോൾ മെയിൻ ബിൽഡിങ്ങിൻ്റെ ബാക്കിലേക്കാണ് ഈ പാർക്കിങ്ങും കൂടെ ഉള്ളത്. ഇനി ഇവിടെ വണ്ടി വെച്ചിട്ട് ഇവിടെ വണ്ടി വെക്കുക. നേരെ ഈ വാതിൽ വഴി ഉള്ളിലേക്ക് കടന്നാൽ നമ്മൾ എന്തെത്തി? കാഷ്വാലിറ്റി എത്തി. ഇവിടെ ഇപ്പോൾ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കിടക്കുന്നത്. ഇതാണ്ടോ, കാഷ്വാലിറ്റിൻ്റെ ഉള്ളിലാണ്. ഇത് നേരെ കാഷ്വാലിറ്റിക്കാണ് എത്തുന്നത്. കണ്ടില്ലേ, ഇത്ര പെട്ടെന്ന് നമുക്ക് കാഷ്വാലിറ്റിക്ക് എത്താനും പറ്റും. പാർക്കിങ്ങും ഉണ്ട്. ഇതാ കണ്ടോ, ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. പിന്നെ ഈ ഗേറ്റ് അടഞ്ഞ് കിടക്കണത് കണ്ടാണ്ടേ വണ്ടി റോഡ് സൈഡിൽ പാർക്ക് ചെയ്താണ്ട് പോകണ്ടട്ടോ മക്കളെ. 8ൻ്റെ പണി കൊണ്ടോട്ടി പോലീസിൻ്റെ അടുത്തുനിന്ന് കിട്ടും. കൊണ്ടോട്ടി പോലീസ് ഇടയ്ക്ക് ഇതിൽ വരുന്നുണ്ട്. ഈ റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് പോണതിന് ഫൈനിട്ട് പോകണമുണ്ട്. നമ്മളാരും അറിയ പോലും ഇല്ല. ഒരു ഫോട്ടോ എടുത്ത് ഓലങ്ങ് പോകും. പിന്നെ പേപ്പർ വരേക്ക് വരുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. അപ്പം വണ്ടി ഈ റോഡ് സൈഡിലൊന്നും പാർക്ക് ചെയ്യാതെ നേരെ ആ ഗ്രൗണ്ടിൽ പോയിട്ട് പാർക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇനി നമ്മുടെ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിക്ക് വരുന്ന രോഗികളും കൂട്ടിരിപ്പുകാരൊക്കെ വണ്ടി ഇവിടെ എവിടെയും പാർക്ക് ചെയ്യാതെ നമ്മുടെ പുതിയ പാർക്കിങ്ങിൽ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം നമ്മളെ കൊണ്ടോട്ടി ഭാഗത്തുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഉപകാരപ്പെടട്ടെ. വീണ്ടും ഞാൻ പറയുകയാണ്, റോട്ടിൽ വണ്ടി ഇട്ട് പോകരുത്. റോട്ടിൽ വണ്ടി ഇട്ട് പോയാൽ കൊണ്ടോട്ടി പോലീസിൻ്റെ പണി നിങ്ങൾക്ക് കിട്ടും. അപ്പം മാക്സിമം നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. കൂട്ടത്തിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.